ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വയനാട് ജില്ലയെ പറ്റിയിട്ടാണ്. വയനാട് ജില്ല സ്ഥാപിതമായ വർഷം 1980 നവംബർ മാസം 1-ാം തീയതി. നമ്മുടെ വയനാട് ജില്ല സ്ഥാപിതമായ വർഷം എന്നാണ് 1980 നവംബർ മാസം 1-ാം തീയതിയാണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വീണ്ടും പറയുന്നു, വയനാട് ജില്ല സ്ഥാപിതമായ വർഷം 1980 നവംബർ മാസം 1-ാം തീയതി. വയനാട് ജില്ലയുടെ ജനസാന്ദ്രത 384 ചതുരശ്ര കിലോമീറ്റർ ആണ്. നമ്മുടെ വയനാട് ജില്ലയുടെ ജനസാന്ദ്രത എത്രയാണ്? 384 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 384 പേരുണ്ട് എന്നർത്ഥം കേട്ടോ. വയനാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 3, താലൂക്കുകളുടെ എണ്ണം 3, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 3. വയനാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 3, താലൂക്കുകളുടെ എണ്ണം 3, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 3. വീണ്ടും പറയുന്നു, വയനാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 3, താലൂക്കുകളുടെ എണ്ണം 3, നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 3. വയനാട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 4 എണ്ണം. വയനാട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര സുഹൃത്തുക്കളെ? 4 എണ്ണമാണ്. വയനാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 23 ആണ്. പഠിച്ചോളണേ, വയനാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 23 ആണ്. വയനാട് ജില്ലയിലെ ഏക ലോക്സഭാ മണ്ഡലമാണ് വയനാട്. വയനാട് ജില്ലയിലെ തന്നെ ഏക ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെടുന്ന ഏതാണ്? വയനാട് തന്നെയാണ്. വയനാട് ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം 1035/1000 ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളണേ. വയനാട് ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1035/1000 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയനാട് ജില്ല സ്ഥാപിതമായ വർഷം 1980 നവംബർ മാസം 1-ാം തീയതിയാണ്. വയനാട് ജില്ലയിലെ ജനസാന്ദ്രത ചോദിച്ചു കഴിഞ്ഞാൽ 384 ചതുരശ്ര കിലോമീറ്റർ ആണ്. വയനാട് ജില്ലയിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 3, വയനാട് ജില്ലയിലെ താലൂക്കുകളുടെ എണ്ണം 3, വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 3 ആണ്. വയനാട് ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 4 ആണ്. വയനാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 23 ആണ്. വയനാട് ജില്ലയിലെ ഒരേ ഒരു ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെടുന്നത് വയനാട് തന്നെയാണ്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1035/1000 ആണ്. അതായത് 1000 പുരുഷന്മാർക്ക് 1035 സ്ത്രീകൾ എന്ന് കണക്ക് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇനി നമുക്ക് വയനാട് ജില്ലയെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചാലോ സുഹൃത്തുക്കളെ? വയനാട് ജില്ല പ്രാചീന കാലത്ത് പുറേക്കിഴി നാട് എന്നും മയക്ഷേത്രം എന്നും അറിയപ്പെട്ടിരുന്നത് വയനാട്. പഠിച്ചോളനെ, പ്രാചീന കാലത്ത് പുറേക്കിഴി നാട് എന്നും മയക്ഷേത്രം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് വയനാടാണ്. ഇതിൽ പുറേക്കിഴി നാട് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. വയനാട് പ്രാചീന കാലത്ത് പുറേക്കിഴി നാട് എന്നും മയക്ഷേത്രം എന്നും അറിയപ്പെട്ടിരുന്ന നാട് ഏതാണ്? വയനാടാണ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് വയനാടാണ്. പഠിച്ചോളനെ, കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണെങ്കിൽ അത് വയനാടാണ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. അപ്പോ പ്രാചീന കാലത്ത് പുറേക്കിഴി നാട് എന്നും മയക്ഷേത്രം എന്നും അറിയപ്പെട്ടിരുന്നത് വയനാട്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വയനാടാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തില് ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. കൺഫ്യൂഷൻ ആവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈനമത വിശ്വാസികളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈനമത വിശ്വാസികളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കേരളത്തിൽ പട്ടികവർഗക്കാർക്ക് നിയമസഭാ സംഭരണം നൽകിയിരിക്കുന്ന ഏക ജില്ല വയനാട് ജില്ല. പക്ക അങ്ങ് പഠിച്ചോളണം. കേരളത്തിലെ പട്ടികവർഗക്കാർക്ക് നിയമസഭയിൽ സംഭരണം നൽകിയിരിക്കുന്ന ഏക ജില്ല വയനാട് ജില്ല. ശതമാനാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടാണ്. ശതമാനാടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയുമാണ്. തെറ്റിപ്പോവല്ലേ. ശതമാന അടിസ്ഥാനത്തിൽ. എന്താ ശതമാന അടിസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏരിയ എത്രയുണ്ടോ ആ ഏരിയയുടെ എത്ര ഭാഗം വനമാണെന്നാണ് ശതമാന അടിസ്ഥാനത്തിലുള്ള വനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വനമുള്ളത് ആർക്കാ? നമ്മുടെ വയനാട് ജില്ലക്കാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ആരിലേക്ക് പോകും? ഇടുക്കി ജില്ലയിലേക്ക് പോകും. ഇനി കേരളത്തിൽ
ഏറ്റവും കുറച്ച് വനമുള്ള ജില്ല എന്ന് സുഹൃത്തുക്കൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രാചീന കാലത്ത് പുറേക്കിഴി നാട് എന്നും മയക്ഷേത്രം എന്നും അറിയപ്പെട്ടിരുന്നത് വയനാട്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ല. ആ സംസ്ഥാനങ്ങളെ എന്ന് പറയേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. ഒന്നാരാണ് തമിഴ്നാടും മറ്റേയാളാരാണ് കർണാടകയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പിയും ഇഞ്ചിയും ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുടെ ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈനമത വിശ്വാസികളുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ പട്ടികവർഗക്കാർക്ക് നിയമസഭയിൽ സംഭരണം നൽകിയിരിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. ശതമാന അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല വയനാട് ജില്ല. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വയനാടും കുറവുകളുമാണ് കേട്ടോ. വയനാട്ടിൽ ഇത്രയും നേരം നമ്മൾ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ വയനാട്ടിൽ കുറവാണ്. അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. വയനാടും കുറവുകളും. കേരളത്തിൽ ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് തൊഴിൽ രഹിതരുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് തൊഴിൽ രഹിതരുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യമുള്ള ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. തെറ്റിപ്പോവല്ലേ. കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ല. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചിരുന്നോളെ സുഹൃത്തുക്കളെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ പല പോയിന്റ്സ് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നമുക്കപ്പോ ഒന്നുകൂടി പറയാം. കേരളത്തിൽ ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല ചോദിച്ചാൽ വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് തൊഴിൽ രഹിതരുള്ള ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ദൂരം ദേശീയപാതയുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല എന്നറിയപ്പെടുന്നത് വയനാട് ജില്ല. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിലെ ഏക പീഠഭൂമി എന്നറിയപ്പെടുന്നത് വയനാട്. കേരളത്തിലെ ഏക പീഠഭൂമി എന്നറിയപ്പെടുന്നത് വയനാടാണ്. വീണ്ടും പറയുന്നു, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏക പീഠഭൂമി എന്നറിയപ്പെടുന്നത് വയനാട് പീഠഭൂമി അല്ലെങ്കിൽ വയനാട് ജില്ല. സ്പ്ലാഷ് റെയിൻ ഉത്സവം നടക്കുന്ന ജില്ല വയനാട് ജില്ല. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടേ. സ്പ്ലാഷ് റെയിൻ ഉത്സവം നടക്കുന്ന ജില്ല ഏതാണ് കേരളത്തിലെ? വയനാട് ജില്ലയാണ്. വന്യജീവികളിൽ നിന്നും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇലക്ട്രിക് ലൈവ് ഫെൻസിംഗ് നടപ്പിലാക്കിയ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. വന്യജീവികളിൽ നിന്നും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ലൈവ് ഫെൻസിംഗ് ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ലയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട് ജില്ല. കേരളത്തിലെ ഏക പീഠഭൂമി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ല. സ്പ്ലാഷ് റെയിൻ ഉത്സവം നടക്കുന്ന ജില്ല വയനാട് ജില്ല. വന്യജീവികളിൽ നിന്നും കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ലൈവ് ഫെൻസിംഗ് ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അതും വയനാട് ജില്ല. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വയനാടും വയനാട്ടിലെ പ്രശസ്തമായിട്ടുള്ള പ്രദേശങ്ങളാണ് കേട്ടോ. ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യം വരുന്നുണ്ട്, പഠിച്ചോളണേ. വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളും ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് കൽപ്പറ്റ. വയനാട്ടിലുള്ള പ്രശസ്തമായിട്ടുള്ള പ്രദേശമാണ് കൽപ്പറ്റ. വയനാട് ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൽപ്പറ്റ. വയനാട് ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൽപ്പറ്റ. വയനാട് ജില്ലയിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ അത് കൽപ്പറ്റയാണ്. വയനാട് ജില്ലയിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റി ഏതാണ്? കൽപ്പറ്റയാണ്. അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കൽപ്പറ്റ. പഠിച്ചോളണേ. അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൽപ്പറ്റയാണ്. ഒന്നുകൂടി പറയാൻ കൽപ്പറ്റയെ പറ്റി പ്രധാനപ്പെട്ട 3 പോയിന്റ് പഠിച്ചോളണേ. വയനാട് ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൽപ്പറ്റ. വയനാട് ജില്ലയിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റി എന്ന് ചോദിച്ചാൽ അത് കൽപ്പറ്റയാണ്. അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? കൽപ്പറ്റയാണ്. പഠിക്കുക.
രണ്ടാമതായി നമുക്ക് പഠിക്കേണ്ട പ്രധാന പ്രദേശമാണ് അമ്പലവയൽ. എന്താണ് അമ്പലവയൽ? കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയൽ. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയലാണ്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ ഹൈ റേഞ്ച് സോൺ സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഫോർ ഹൈ റേഞ്ച് സോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലവയലിലാണ്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയത്തിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അമ്പലവയലാണ്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അമ്പലവയലാണ്. കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. ഒരുപാട് തവണ ചോദിച്ചതാണ്. കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലവയലാണ്. പഠിച്ചോളണേ. അമ്പലവയലിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയൽ. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ ഹൈ റേഞ്ച് സോൺ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്പലവയലാണ്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. കേരള ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സുൽത്താൻ ബത്തേരി. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സുൽത്താൻ ബത്തേരിയെ പറ്റി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സുൽത്താൻ ബത്തേരി ആദ്യകാലങ്ങളിൽ ഗണപതി വട്ടം എന്നും ഇടങ്ങനാട് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന പ്രദേശം സുൽത്താൻ ബത്തേരി. പഠിച്ചോളനെ. ആദ്യകാലങ്ങളിലെ ഗണപതി വട്ടം എന്നും ഇടങ്ങനാട് എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന പ്രദേശം സുൽത്താൻ ബത്തേരി. രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരി. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരി. വയനാട്ടിലെ പുതുതായി രൂപം കൊണ്ട മുനിസിപ്പാലിറ്റികൾ ഒന്ന് സുൽത്താൻ ബത്തേരി. വയനാട്ടിൽ പുതുതായി രൂപം കൊണ്ട മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് സുൽത്താൻ ബത്തേരി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആദ്യകാലങ്ങളിൽ ഗണപതി വട്ടം എന്നും കിടങ്ങനാട് എന്ന പേരിലും അറിയപ്പെടുന്ന പ്രദേശം സുൽത്താൻ ബത്തേരി. രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? തമിഴ്നാടും കർണാടകവും. വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരി. വയനാട്ടിൽ പുതുതായി രൂപം കൊണ്ട മുനിസിപ്പാലിറ്റികളിൽ ഒന്ന് സുൽത്താൻ ബത്തേരി. കേരളത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് സംഭരണം ചെയ്തിരിക്കുന്ന രണ്ടു മണ്ഡലങ്ങളിൽ ഒന്ന് സുൽത്താൻ ബത്തേരിയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരി. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് സുൽത്താൻ ബത്തേരി. സംസ്ഥാനത്തെ ആദ്യത്തെ മൃഗ ആംബുലൻസ് ഏർപ്പെടുത്തിയത് സുൽത്താൻ ബത്തേരിയിലാണ്. പഠിച്ചോളനെ. സുൽത്താൻ ബത്തേരിയിലെ വാച്ച് ടവർ നിർമ്മിച്ചത് ടിപ്പു സുൽത്താൻ. സുൽത്താൻ ബത്തേരിയിലെ വാച്ച് ടവർ നിർമ്മിച്ചതാരാണ്? ടിപ്പു സുൽത്താൻ ആണ്. സുൽത്താൻ ബത്തേരിയിൽ കോട്ട നിർമ്മിച്ച മൈസൂർ രാജാവ് ടിപ്പു സുൽത്താൻ. ഈ 2 പോയിന്റ് പഠിച്ചോളനെ. സുൽത്താൻ ബത്തേരിയിൽ വാച്ച് ടവർ നിർമ്മിച്ചത് ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്. സുൽത്താൻ ബത്തേരിയിൽ കോട്ട നിർമ്മിച്ച മൈസൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അത് ടിപ്പു സുൽത്താൻ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്ക് സംഭരണം ചെയ്തിരിക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാരാണ്? സുൽത്താൻ ബത്തേരിയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. സംസ്ഥാനത്തെ ആദ്യ മൃഗ ആംബുലൻസ് ഏർപ്പെടുത്തിയത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിലെ വാച്ച് ടവർ നിർമ്മിച്ചതാരാണ്? ടിപ്പു സുൽത്താൻ ആണ്. സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച മൈസൂർ രാജാവാരെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ ആണ്. പഠിക്കുക. സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് മാനന്തവാടി. ഏതാ പുതിയ പ്രദേശം? മാനന്തവാടി. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയോടൊപ്പം പുതുതായി രൂപീകരിച്ച മറ്റൊരു മുനിസിപ്പാലിറ്റിയാണ് മാനന്തവാടി. വയനാട് ജില്ലയില് സുൽത്താൻ ബത്തേരിയോടൊപ്പം പുതുതായി രൂപീകരിക്കപ്പെട്ട മുനിസിപ്പാലിറ്റി ഏതാണ്? മാനന്തവാടിയാണ്. കേരളത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി സുൽത്താൻ ബത്തേരിയോടൊപ്പം സംഭരണം ചെയ്തിരിക്കുന്ന മണ്ഡലം മാനന്തവാടി. കേരളത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ട് സുൽത്താൻ ബത്തേരിയോടൊപ്പം സംഭരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നേതാണ്? മാനന്തവാടിയാണ്. അപ്പോ നമ്മുടെ കേരളത്തിലെ പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ഒന്ന് സുൽത്താൻ ബത്തേരി, മറ്റൊന്നേതാണ്? മാനന്തവാടിയുമാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ്. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി കബനിയാണ്. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് കബനി നദിയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയോടൊപ്പം പുതുതായി രൂപീകരിച്ച മുനിസിപ്പാലിറ്റി മാനന്തവാടി. കേരളത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി സുൽത്താൻ ബത്തേരിയോടൊപ്പം സംഭരണം ചെയ്തിരിക്കുന്ന മണ്ഡലമാണ് മാനന്തവാടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം കേരളത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംവരണം ചെയ്തിരിക്കുന്ന 2 മണ്ഡലങ്ങളേ ഉള്ളൂ. അത് ഏതൊക്കെയാ? സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മാനന്തവാടിയും. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ്. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കബനിയാണ്. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്?
കബനി നദിയാണ് പഠിക്കുക. അടുത്ത നമുക്ക് പഠിക്കാനുള്ള പ്രദേശമാണ് പനമരം. കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചതേ ഉള്ളേ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരമാണ്. വയനാട്ടിലെ പ്രശസ്തമായ ജൈനമത ക്ഷേത്രമാണ് പനമരം ജൈനമത ക്ഷേത്രം. ആ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പനമരത്ത് തന്നെയാണ്. വയനാട്ടിലെ പ്രശസ്തമായിട്ടുള്ള ജൈനമത ക്ഷേത്രമാണ് പനമരം ജൈനമത ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പനമരത്ത് തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പനമരം എന്ന പ്രദേശത്തെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാ? കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം എന്നറിയപ്പെടുന്നത് പനമരം. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. വയനാട്ടിലെ പ്രശസ്തമായ ജൈനമത ക്ഷേത്രം പനമരം ജൈനമത ക്ഷേത്രമാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട പ്രദേശമാണ് പുൽപ്പള്ളി. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുൽപ്പള്ളിയിലാണ്. കേരളത്തിലെ ഏക ലവകുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി. കേരളത്തിലെ ഏക ലവകുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ്. ഈ 3 പോയിന്റ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുൽപ്പള്ളിയിലാണ്. കേരളത്തിലെ ഏക ലവകുശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ്. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പൂക്കോട്. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോടാണ്. വീണ്ടും പറയുന്നു, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോടാണ്. വയനാടിന്റെ ഭാഗമായുള്ള പൂക്കോട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. വയനാടിന്റെ ഭാഗമായിട്ട് പൂക്കോട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാ സുഹൃത്തുക്കളെ? പൂക്കോട് തടാകമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളതും ഈ പൂക്കോട് തടാകത്തെ പറ്റിയിട്ടാണ്. PSC സ്ഥിരം പൂക്കോട് തടാകവുമായി ബന്ധപ്പെട്ട് 4 പോയിന്റുകൾ ചോദിക്കാറുണ്ട്. ആ 4 പോയിന്റും ഇവിടെ വെച്ച് നമ്മൾ തറവായിട്ട് അങ്ങ് പഠിച്ചു പോകണം. അപ്പൊ നമുക്ക് നോക്കാം പൂക്കോട് തടാകത്തെ പറ്റി. ഫസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വയനാട്ടിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് പൂക്കോട് തടാകമാണ്. ഇതിന് പകരം PSC ചോദിക്കാം, കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ചോദിച്ചാലും ആര് തന്നെയാ? നമ്മുടെ പൂക്കോട് തടാകം തന്നെയാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാൽ പൂക്കോട് തടാകം. ഇല്ലെങ്കിൽ PSC ചോദിക്കാം, സമുദ്രനിരപ്പിൽ നിന്നും താഴെ പറയുന്നതിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് പൂക്കോട് ഉണ്ടെങ്കിൽ അതും ശരിയായ ഉത്തരമാണ്. കേരളത്തിലെ ചെറിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ആരാണ്? പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം പൂക്കോട് തടാകം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് പൂക്കോട് തടാകമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതി സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് പൂക്കോട് തടാകം. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. പൂക്കോട് തടാകവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഈ 4 പോയിന്റ് PSC ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 4 നമ്മൾ പഠിച്ചിരിക്കണം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ പൂക്കോട് തടാകം. കേരളത്തിന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം ചോദിച്ചാൽ പൂക്കോട് തടാകം. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതി സ്ഥിതി ചെയ്യുന്ന തടാകം എന്ന് ചോദിച്ചാൽ അത് പൂക്കോട് തടാകമാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട പ്രദേശമാണ് തിരുനെല്ലി. ഏതാണ്? തിരുനെല്ലി. തെക്കൻ ഗയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം തിരുനെല്ലി. തെക്കൻ ഗയ എന്ന പേരില് അറിയപ്പെട്ടിരുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ അത് തിരുനെല്ലിയാണ്. തിരുനെല്ലി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ഇനി നമുക്ക് നോക്കാനുള്ളത് തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റിയിട്ടാണ്. വളരെ കുറച്ച് പോയിന്റ് ചോദിച്ചിട്ടുള്ളൂ, എങ്കിലും നമുക്കത് പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ദേവസ്വം ബോർഡ് LD പോലുള്ള പരീക്ഷകൾക്കൊക്കെ സാധാരണഗതിക്ക് ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് ഇത് കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് പഠിക്കാം തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ബ്രഹ്മഗിരി മലനിരകളാണ്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദി പാപനാശിനി പുഴ. പഠിച്ചോളേ, തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദിയാണ് പാപനാശിനി പുഴ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളേ. തിരുനെല്ലിയെ കുറിച്ച് ആദ്യം പറയാം. 2 പ്രധാനപ്പെട്ട പോയിന്റ്.
തെക്കൻ ഗയ എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുനെല്ലി. തിരുനെല്ലി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഭിക്ഷു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ഈ തിരുനെല്ലി ക്ഷേത്രത്തെ കുറിച്ച് 3 പോയിന്റ് നമ്മൾ പറഞ്ഞു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതാണ്? ബ്രഹ്മഗിരി മലനിരകളാണ്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദി പാപനാശിനി പുഴയാണ്. പഠിക്കുക. സഹ്യാമല ക്ഷേത്രം എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. സഹ്യാമല ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തിരുനെല്ലി ക്ഷേത്രമാണ്. ഉണ്ണിയച്ചി ചരിത്രത്തിൽ ദക്ഷിണേന്ത്യൻ മുല്ലൻ എന്ന പേരിൽ വിവരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം തിരുനെല്ലി ക്ഷേത്രം. ഉണ്ണിയച്ചി ചരിത്രത്തിലെ ദക്ഷിണേന്ത്യൻ മുല്ലൻ എന്ന പേരിൽ വിവരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം ഏതാണ്? തിരുനെല്ലി ക്ഷേത്രമാണ്. 30 കരിന്തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം. പഠിച്ചോളനെ. 30 കരിന്തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏതാണ്? മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏതാണ്? അത് മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടിയാണ്. കിഴങ്ങുവിള ഗവേഷണത്തിനായി കേരളത്തിൽ ആദ്യമായി വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഗ്രാമപഞ്ചായത്ത് എടവക. പഠിച്ചോളണേ. കിഴങ്ങുവിള ഗവേഷണത്തിനായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഗ്രാമപഞ്ചായത്ത് എടവക ഗ്രാമപഞ്ചായത്താണ്. ഒന്നുകൂടി പറയാം. ഇതിനകത്ത് തിരുനെല്ലി ക്ഷേത്രവുമായിട്ട് പ്രധാനപ്പെട്ട 3 പോയിന്റ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സുഹൃത്തുക്കളെ? സഹ്യാമല ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രം. ഉണ്ണിയച്ചി ചരിത്രത്തിൽ ദക്ഷിണേന്ത്യൻ മുല്ലൻ എന്ന പേരിൽ വിവരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം തിരുനെല്ലി ക്ഷേത്രം. 30 കരിന്തൂണുകളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. പഠിക്കുക. ഇനി 2 പ്രധാനപ്പെട്ട പോയിന്റ് കൂടെ പറയുന്നു. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി. കിഴങ്ങുവിള ഗവേഷണത്തിനായി കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഗ്രാമപഞ്ചായത്ത് എടവകയാണ്. പഠിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങളാണ് കാപ്പിക്കാലവും അതുപോലെ കുറ്റിയം വയലും. പഠിച്ചോളനെ. ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? കാപ്പിക്കാലവും അതുപോലെ കുറ്റിയം വയലുമാണ്. ഇത് രണ്ടും എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂളാണ് അരീക്കോട് SLV സ്കൂള്. അതും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ എന്നറിയപ്പെടുന്നത് തരിയോട് SLV സ്കൂളാണ്. ഇതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ വയനാട് ജില്ലയിലാണ്. അന്താരാഷ്ട്ര മൗണ്ടൻ സൈക്ലിങ്ങിന് വേദിയായ കേരളത്തിലെ ആദ്യ സ്ഥലമാണ് പൊഴുതന. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മൗണ്ടൻ സൈക്ലിങ്ങിന് വേദിയായ കേരളത്തിലെ ആദ്യത്തെ സ്ഥലം പൊഴുതനയാണ്. അത് ഏത് ജില്ലയിലാ? നമ്മുടെ വയനാട് ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെഡ് ക്രോസ് ഗ്രാമങ്ങൾ എന്നുള്ള പദവി ലഭിച്ചത് ആർക്കൊക്കെയാണ്? കാപ്പിക്കാലത്തിനും അതുപോലെ കുറ്റിയം വയലിനുമാണ്. ഇത് രണ്ടും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂൾ എന്നറിയപ്പെടുന്നത് തരിയോട് SLV സ്കൂളാണ്. ഈ സ്കൂളും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മൗണ്ടൻ സൈക്ലിങ്ങിന് വേദിയായ കേരളത്തിലെ ആദ്യത്തെ സ്ഥലം പൊഴുതനയാണ്. പൊഴുതന എവിടെയാ? നമ്മുടെ വയനാട് ജില്ലയിലാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളാണ്. വയനാട്ടിലൂടെ അല്ലെങ്കിൽ വയനാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദികളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ നദികളെന്ന്. കബനി നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദി. കേരളത്തിൽ നിന്നുള്ള കാവേരി നദിയുടെ പ്രധാന പോഷക നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്നുള്ള കാവേരി നദിയുടെ പ്രധാന പോഷക നദിയാണ് കബനി നദി. പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി കബനി നദി. പഠിച്ചോളനെ. ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? കബനി നദിയാണ്. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കബനി നദി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി കബനി നദി. കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമൂടിയിൽ നിന്നും. കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമൂടിയിൽ നിന്നും. പഠിച്ചോളനെ. കബനി നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തൊണ്ടാർമൂടിയിൽ നിന്നുമാണ്. കബനി നദിയുടെ പതനസ്ഥലം കാവേരി നദി. കബനി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? കാവേരി നദിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കാവേരി നദിയുടെ പോഷക നദിയായിട്ട് ആര് പറയുന്നത്? കബനി നദിയെ പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ കബനിയാണ്. 2ാം സ്ഥാനം ഭവാനിക്ക്. ഏറ്റവും ചെറിയ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? അത് പാമ്പാറാണ്. കേരളത്തിൽ നിന്നുള്ള കാവേരി നദിയുടെ പ്രധാന പോഷക നദിയാണ് കബനി നദി. പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെടുന്ന നദി കബനി നദി. മാനന്തവാടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി കബനി നദി. കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമൂടിയിൽ നിന്നുമാണ്.
കബനി നദിയുടെ പതനം കാവേരി നദിയിലാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നദിയാണ് പാപനാശിനി പുഴ. ഏതാണ്? പാപനാശിനി പുഴ. അധികം സുഹൃത്തുക്കളെ കേട്ടില്ലാത്ത ഒത്തിരി പോയിന്റ് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. പാപനാശിനി പുഴ. കേരളത്തിന്റെ കാളിന്തി എന്നറിയപ്പെടുന്ന നദി പാപനാശിനി പുഴ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കാളിന്തി എന്നറിയപ്പെടുന്ന നദി പാപനാശിനി പുഴ. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാപനാശിനി പുഴയുടെ തീരത്താണ്. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാപനാശിനി പുഴയുടെ തീരത്താണ്. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്ന കേരളത്തിലെ നദി പാപനാശിനി പുഴ. പഠിച്ചോളണേ. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്ന കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ അത് പാപനാശിനി പുഴയിലാണ്. പാപനാശിനി പുഴയുടെ ഉത്ഭവം ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും. പാപനാശിനി പുഴയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് പ്രശസ്തമായ വയനാട്ടിലെ നദിയാണ് പാപനാശിനി പുഴ. പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള വയനാട്ടിലെ നദിയാണ് പാപനാശിനി പുഴ. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. അധികം സുഹൃത്തുക്കൾക്കും കേട്ട് കാണൂല പാപനാശിനി പുഴയെ പറ്റി. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ കാളിന്തി എന്നറിയപ്പെടുന്ന നദി പാപനാശിനി പുഴ. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാപനാശിനി പുഴയുടെ തീരത്ത്. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിരിക്കുന്ന കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ അത് പാപനാശിനി പുഴയാണ്. പാപനാശിനി പുഴയുടെ ഉത്ഭവം ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ്. പിതൃകർമ്മങ്ങൾ നടത്തുന്നതിന് പ്രസിദ്ധമായ വയനാട്ടിലെ നദിയാണ് പാപനാശിനി പുഴ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട നദിയാണ് കാരാപ്പുഴ. ഏതാണ്? കാരാപ്പുഴ. വയനാട് ജില്ലയിലെ ആദ്യ ജലസേചന പദ്ധതിയായ കാരാപ്പുഴ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കാരാപ്പുഴ നദി. രണ്ടു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞേ. വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? കാരാപ്പുഴ ജലസേചന പദ്ധതി. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരാപ്പുഴയിലാണ്. വീണ്ടും പറയുന്നു, വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാ സുഹൃത്തുക്കളെ? കാരാപ്പുഴ ജലസേചന പദ്ധതി. ഇത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാരാപ്പുഴ നദിയിലാണ്. കബനി നദിയുടെ പ്രശസ്തമായ പോഷക നദിയാണ് കാരാപ്പുഴ. പഠിച്ചോളണേ. കബനി നദിയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദിയാണ് കാരാപ്പുഴ നദി. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുമുണ്ട്. കാരാപ്പുഴ നദി ഏത് നദിയുടെ പോഷക നദിയാണെന്ന്? ഉത്തരം ഏതാ? കബനിയുടേതാണ്. അതുകൊണ്ട് മറക്കല്ലേ. കബനി നദിയുടെ പ്രശസ്തമായ പോഷക നദിയാണ് കാരാപ്പുഴ നദി. കാരാപ്പുഴ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് വാഴവട്ടയിലാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി ആസ്ഥാനം അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഴവട്ടയിലാണ്. എവിടെയാണ്? വാഴവട്ടയിലാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതിക്ക് ആരംഭം കുറിച്ചത് 1977 ഇതിന്റെ പണി പൂർത്തീകരിച്ച എപ്പോഴെന്ന് ചോദിച്ചാൽ 2004 കേട്ടോ. പണി ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1977 അത് പൂർത്തീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 2004 പഠിക്കുക. ഒന്നുകൂട്ടി പറയാം സുഹൃത്തുക്കളെ. വയനാട് ജില്ലയിലെ ആദ്യ ജലസേചന പദ്ധതിയായി അറിയപ്പെടുന്നത് കാരാപ്പുഴ ജലസേചന പദ്ധതി. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കാരാപ്പുഴ നദിയിലാണ്. കബനി നദിയുടെ പ്രശസ്തമായ പോഷക നദിയാണ് കാരാപ്പുഴ നദി. കാരാപ്പുഴ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് വാഴവട്ടയിലാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഴവട്ട എന്ന പ്രദേശത്താണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി ആരംഭിച്ച വർഷം 1977 എന്നാൽ ഇതിന്റെ പണി പൂർത്തീകരിച്ചത് 2004 പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബാണാസുര സാഗർ ഡാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട ഓരോ ഉദ്യോഗാർത്ഥികളും പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും പഠിക്കണം. ബാണാസുര സാഗർ ഡാം ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണണക്കെട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാണാസുര സാഗർ ഡാം ആണ്. പഠിച്ചോണേ. ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണണക്കെട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാണാസുര സാഗർ ഡാം അണക്കെട്ടാണ്. ബാണാസുര സാഗർ ഡാം ആണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ അണക്കെട്ടാണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിയാലുള്ള അണക്കെട്ട് ഏത് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. പഠിച്ചോളണേ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കബനി നദിക്ക് കുറുകെയാണ്. ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കബനി നദിക്ക് കുറുകെയാണ്. ഇത് ആദ്യകാലങ്ങളിൽ ചോദിച്ചിരുന്ന ചോദ്യമാണ്. ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയല്ല. PSC ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കുന്നത് കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിലാണ് ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ PSC ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും.
താഴെ പറയുന്ന നദികളിൽ ഏതിലാണ് ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് ആര് കാണും? കരമനത്തോട് കാണും. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കരമന 6 കടന്നു പോകുന്നത് ഏത് വഴിയാ? തിരുവനന്തപുരം ജില്ലയിലൂടെയാണെങ്കിലും കരമന തോടിന് കുറുകെയാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ആരെയാണ്? ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? കരമനത്തോട്ടിലാണ്. കരമനത്തോട് എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാ? കബനി നദിയുടെ പോഷക നദിയാണ്. മറക്കരുത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോളണേ. ഇന്ത്യയിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടെന്നും ഇന്ത്യയിലെ തന്നെ മണ്ണണക്കെട്ടെന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബാണാസുര സാഗർ ഡാം ആണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം എന്നറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കബനി നദിക്ക് കുറുകെയാണ്. കബനി നദിയുടെ പോഷക നദിയായ കരമനത്തോടിലാണ് ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാടം സ്ഥാപിച്ചിരിക്കുന്ന അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാടം സ്ഥാപിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ ഡാമിലാണ്. ബാണാസുര കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡാം എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. ബാണാസുര കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം ആണ്. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്ത് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്ത് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാണാസുര സാഗർ ഡാം ആണ്. വീണ്ടും പറയുന്നു, ചോദിക്കുവാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറ്റിയാടി ഓഗ്മെന്റേഷൻ മെയിൻ എർത്ത് ഡാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. മഹാബലിയുടെ പുത്രനായ ബാണാസുരന്റെ പേരിൽ അറിയപ്പെടുന്ന ഡാം എന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ ഡാം ആണ്. മഹാബലി പുത്രനായ ബാണാസുരന്റെ പേരിൽ അറിയപ്പെടുന്ന ഡാം ഏതാണ്? ബാണാസുര സാഗർ ഡാം ആണ്. പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ്. വയനാട്ടിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ്. ഇവിടെ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകരുതേ, ഇമ്പോർട്ടന്റ് ആണ്. വയനാട് സ്ഥിതി ചെയ്യുന്ന പ്രധാന വന്യജീവി സങ്കേതം. ആദ്യം തന്നെ നമുക്ക് അറിയാവുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഏതാ? വയനാട് വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അറിയാവുന്ന സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുക. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? സുൽത്താൻ ബത്തേരിയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആനയാണ്. അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1973. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരി. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേന്ന് ചോദിച്ചാൽ ആനയാണ്. പഠിക്കുക. മുത്തങ്ങ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതങ്ങളാണ് മുതുമല വന്യജീവി സങ്കേതം തമിഴ്നാട്, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം കർണാടക, നാഗർഹോള വന്യജീവി സങ്കേതം കർണാടക. ഇത് മൂന്നും പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പക്ക LGSന് പ്രതീക്ഷിക്കാം. മുത്തങ്ങ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാം വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മുതുമല വന്യജീവി സങ്കേതം തമിഴ്നാട്, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം കർണാടക, നാഗർഹോള വന്യജീവി സങ്കേതം കർണാടക. വീണ്ടും പറയുന്നു, മുതുമല വന്യജീവി സങ്കേതം തമിഴ്നാട്, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം കർണാടക, നാഗർഹോള വന്യജീവി സങ്കേതം എവിടെയാണ്? കർണാടകത്തിലാണ്. പഠിക്കുക. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 344 സ്ക്വയർ കിലോമീറ്റർ ആണ്. ചില ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ 345 സ്ക്വയർ കിലോമീറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 344.44 ആണ് കേട്ടോ. അത് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 345 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നു 344 സ്ക്വയർ കിലോമീറ്റർ. അപ്പോ 345 ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ
അയ്യോ ഓപ്ഷനകത്ത് ആൻസർ ഇല്ല എന്ന് പറഞ്ഞ് വരരുത്, അതും ശരി തന്നെയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം ചോദിച്ചാൽ 344 സ്ക്വയർ കിലോമീറ്റർ, അല്ലെങ്കിൽ മറ്റു ടെക്സ്റ്റ് ബുക്കുകൾ പ്രകാരം 345 സ്ക്വയർ കിലോമീറ്റർ ആണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. പഠിച്ചോളനെ, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതം. വീണ്ടും പറയുന്നു, നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വെള്ളക്കൊമ്പൻ കഴുകൻ, ചുവന്ന തലയുള്ള കഴുകൻ എന്നീ പക്ഷികൾക്ക് പ്രശസ്തമായ വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതം. തെറ്റല്ലേ? വെള്ളക്കൊമ്പൻ കഴുകനും ചുവന്ന തലയുള്ള കഴുകൻ എന്നീ പക്ഷികൾക്ക് പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കൃത്യമായിട്ട് പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. വെള്ളക്കൊമ്പൻ കഴുകനും ചുവന്ന തലയുള്ള കഴുകൻ എന്നീ പക്ഷികൾക്ക് പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കബനി നദി. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ സുഹൃത്തുക്കളെ? കബനി നദിയാണ്. ഒന്നുകൂടി പറയാം, മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ അതിർത്തി പങ്കിടുന്ന മറ്റു വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാ? മുതുമല വന്യജീവി സങ്കേതം തമിഴ്നാട്, ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം കർണാടക, നാഗർഹോള വന്യജീവി സങ്കേതം കർണാടക. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 344 സ്ക്വയർ കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 345 സ്ക്വയർ കിലോമീറ്റർ. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വെള്ളക്കൊമ്പൻ കഴുകൻ, ചുവന്ന തലയുള്ള കഴുകൻ എന്നീ പക്ഷികൾക്ക് പ്രശസ്തമായിട്ടുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കബനി നദി. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് പക്ഷിപാതാളം. ഒത്തിരി സുഹൃത്തുക്കൾ കേട്ടിട്ടുള്ള പോയിന്റ് ആയിരിക്കും പക്ഷിപാതാളം. വയനാട് ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. വയനാട് ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതം അറിയപ്പെടുന്ന പേരാണ് പക്ഷിപാതാളം. അപൂർവ ഇനം പക്ഷികളെ കാണാൻ കഴിയുന്ന വയനാട്ടിലെ പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാലും അത് പക്ഷിപാതാളമാണ്. അപ്പോൾ വയനാട് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള പക്ഷി സങ്കേതം പക്ഷിപാതാളം. അപൂർവ ഇനം പക്ഷികളെ കാണാൻ കഴിയുന്ന വയനാട്ടിലെ പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പക്ഷിപാതാളമാണ്. ചിത്രകൂടൻ പക്ഷികൾക്ക് പ്രശസ്തമായിട്ടുള്ള പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. ചിത്രകൂടൻ പക്ഷികൾക്ക് പ്രശസ്തമായിട്ടുള്ള പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പക്ഷിപാതാളമാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം പക്ഷിപാതാളമാണ്. പഠിച്ചോളനെ, കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായിട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പക്ഷിപാതാളമാണ്. വീണ്ടും പറയുന്നു, കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ അത് പക്ഷിപാതാളമാണ്. പക്ഷിപാതാളത്തിൽ കണ്ടെത്തിയ പുരാതന ഗുഹയാണ് മുനക്കൽ ഗുഹ. ഇതൊക്കെ നല്ല ചോദ്യമാണ്, ചോദിക്കുമേ. പക്ഷിപാതാളത്തിൽ കണ്ടെത്തിയ പുരാതന ഗുഹയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് മുനക്കൽ ഗുഹ എന്ന്. എന്താണ് മുനക്കൽ ഗുഹ എന്ന്? ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പക്ഷിപാതാളത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വയനാട് ജില്ലയിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. അപൂർവ ഇനം പക്ഷികളെ കാണാൻ കഴിയുന്ന വയനാട്ടിലെ പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. ചിത്രകൂടൻ പക്ഷികൾക്ക് പ്രശസ്തമായിട്ടുള്ള പക്ഷി സങ്കേതം എന്ന് ചോദിച്ചാൽ പക്ഷിപാതാളമാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം പക്ഷിപാതാളം. പക്ഷിപാതാളത്തിൽ കണ്ടെത്തിയ പുരാതന ഗുഹയാണ് മുനക്കൽ ഗുഹ. പഠിക്കും സുഹൃത്തുക്കളെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ആദ്യമായി പഠിക്കുവാനുള്ളതാണ് ബ്രഹ്മഗിരി കുന്നുകൾ അല്ലെങ്കിൽ ബ്രഹ്മഗിരി മലനിരകൾ. വടക്ക് കർണാടകത്തിന്റെ ഭാഗമായുള്ള കുടകിലെയും തെക്ക് കേരളത്തിന്റെ ഭാഗമായുള്ള വയനാട് ജില്ലയിലും സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ബ്രഹ്മഗിരി മലനിരകൾ. പഠിച്ചെങ്ക് പൊക്കോളനെ. വടക്ക് കർണാടകത്തിന്റെ ഭാഗമായുള്ള കുടകിലും തെക്ക് കേരളത്തിന്റെ ഭാഗമായുള്ള വയനാട് ജില്ലയിലും സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ബ്രഹ്മഗിരി മലനിരകൾ. ബ്രഹ്മഗിരി കുന്നുകളുടെ ഉയരം എന്ന് പറയുന്നത് 1608 മീറ്റർ ആണ്. പഠിച്ചോളനെ. ബ്രഹ്മഗിരി കുന്നുകളുടെ ഉയരം എത്രയാണ്? 1608 മീറ്റർ ആണ്. പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വരയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വരയിലാണ്. വയനാടിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. വയനാടിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. മുനക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര. മുനക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിരകളാണ്. ഇരിപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഇരിപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബ്രഹ്മഗിരി മലനിരകളിലാണ്. വീണ്ടും പറയാം സുഹൃത്തുക്കളെ, പഠിച്ചോളനെ. വടക്ക് കർണാടകത്തിന്റെ ഭാഗമായുള്ള കുടകിൽ ആരംഭിച്ച് തെക്ക് കേരളത്തിന്റെ ഭാഗമായുള്ള വയനാട് ജില്ലയിൽ കൂടി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ബ്രഹ്മഗിരി മലനിരകൾ എന്ന് പറയുന്നത്. ബ്രഹ്മഗിരി കുന്നുകളുടെ അല്ലെങ്കിൽ മലനിരകളുടെ ഉയരം എന്ന് പറയുന്നത് 1608 മീറ്റർ ആണ്.
പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി കുന്നുകളുടെ താഴ്വരയിലാണ്. വയനാടിലെ പ്രശസ്തമായ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. മുനക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. മുനക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഇരിപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. ഇരിപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകളിലാണ്. അടുത്തതാണ് ചെമ്പ്ര കൊടുമുടി. ഏതാണ്? ചെമ്പ്ര കൊടുമുടി. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെമ്പ്ര കൊടുമുടി. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. ചെമ്പ്ര കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് മേപ്പാടിയിലാണ്. ചെമ്പ്ര കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മേപ്പാടിയിലാണ്. ചെമ്പ്ര കൊടുമുടിയുടെ ഉയരം 2100 മീറ്റർ ആണ്. പഠിച്ചോളനെ, ചെമ്പ്ര കൊടുമുടിയുടെ ഉയരം എത്രയാണ്? 2100 മീറ്റർ ആണ്. നീലഗിരി കുന്നുകൾക്കും വെള്ളാരിമലയ്ക്കും അതിർത്തി പങ്കിടുന്ന കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. ഇമ്പോർട്ടന്റ് ആണ്. നീലഗിരി കുന്നുകൾക്കും വെള്ളാരി മലകൾക്കും ഇടയിൽ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ അതിർത്തി പങ്കിടുന്ന കൊടുമുടിയെന്ന് ചോദിച്ചാൽ അത് ചെമ്പ്ര കൊടുമുടിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചെമ്പ്ര കൊടുമുടിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെമ്പ്ര കൊടുമുടി. ചെമ്പ്ര കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് മേപ്പാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. ചെമ്പ്ര കൊടുമുടിയുടെ ഉയരം 2100 മീറ്റർ ആണ്. നീലഗിരി കുന്നുകളും വെള്ളാരി മലകൾക്കും അതിർത്തി പങ്കിടുന്ന കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. പഠിക്കുക. അടുത്തതാണ് അമ്പുകുത്തിമല. നമ്മൾ ഒരുപാട് കേട്ട് കാണും അമ്പുകുത്തിമല. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തിമല. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തിമല. പ്രശസ്തമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തി മലനിര. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. പ്രശസ്തമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തി മലനിര. ഇനി എടക്കൽ ഗുഹ കണ്ടെത്തിയതാരെന്ന് ചോദിച്ചാൽ അത് ഫ്രെഡ് ഫോസറ്റ് ആണ്. പഠിച്ചോളനെ, എടക്കൽ ഗുഹ കണ്ടെത്തിയ വ്യക്തിത്വമാരാണ്? ഫ്രെഡ് ഫോസറ്റ് ആണ്. 1890-ലാണ് ഫ്രെഡ് ഫോസറ്റ് എന്ത് കണ്ടെത്തുന്നത്? എടക്കൽ ഗുഹ കണ്ടെത്തുന്നത്. എടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനായ മലബാറിലെ പോലീസ് സൂപ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ അതും ഫ്രെഡ് ഫോസറ്റ് തന്നെയാണ്. ഇങ്ങനെ PSC ചോദിച്ചിട്ടുണ്ടേ, കൺഫ്യൂഷൻ അടിക്കല്ലേ. അപ്പോൾ എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഫ്രെഡ് ഫോസറ്റ് ആണ്. ഏതാ വർഷം? 1890-ലാണ് എടക്കൽ ഗുഹ കണ്ടെത്തുന്നത്. എന്നാൽ PSC ഇടയ്ക്ക് വെച്ച് ചോദിച്ചിരുന്നു, എടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനായ മലബാറിലെ പോലീസ് സൂപ്രണ്ട് ആരെന്നാണ് ചോദിച്ചത്. ഉത്തരമാരാണ്? ഫ്രെഡ് ഫോസറ്റ് തന്നെയാണ്. രണ്ടും ഒരേ ചോദ്യം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പഠിച്ചോളുക. അമ്പുകുത്തി മലയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അമ്പുകുത്തി മല. പ്രശസ്തമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര അമ്പുകുത്തി മലയാണ്. എടക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസറ്റ് ആണ്. വർഷം 1890. എടക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനായ മലബാറിലെ പോലീസ് സൂപ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ അതുമാരാണ്? ഫ്രെഡ് ഫോസറ്റ് തന്നെയാണ്. പഠിക്കുക. വയനാട്ടിലെ എടക്കൽ ഗുഹകളെ കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയ വർഷം 1901. വയനാട്ടിലെ എടക്കൽ ഗുഹകളെ കുറിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയ വർഷം 1901 ആണ്. ഭൂമികുലുക്കത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. ഭൂമികുലുക്കത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. എടക്കൽ ഗുഹകൾക്ക് ഏകദേശം 7000 വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു. എടക്കൽ ഗുഹകൾക്ക് ഏകദേശം 7000 വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. നവീന ശിലായുഗത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്ന ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. നവീന ശിലായുഗത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്ന ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയനാട്ടിൽ എടക്കൽ ഗുഹകളെ കുറിച്ച് ആദ്യമായി ആധികാരികമായ പഠനം നടത്തിയ വർഷം 1901 ആണ്. ഭൂമി കുലുക്കത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഗുഹകൾ എന്നറിയപ്പെടുന്നത് എടക്കൽ ഗുഹകളാണ്. എടക്കൽ ഗുഹകൾക്ക് ഏകദേശം 7000 വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു. നവീന ശിലായുഗത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്ന ഗുഹകളാണ് എടക്കൽ ഗുഹകൾ. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് വയനാടും ചരിത്രവും. അതായത് ചരിത്രപരമായിട്ട് കുറച്ച് പോയിന്റ്സ് വയനാടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എല്ലാം തന്നെയാണ്. ഒരു ടെൻഷനും വേണ്ട. വയനാടും ചരിത്രവും. പ്രശസ്തമായ കുറിച്യർ കലാപം നടന്ന ജില്ല വയനാട് ജില്ല. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളനെ. പ്രശസ്തമായ കുറിച്യർ കലാപം നടന്ന ജില്ല വയനാട് ജില്ല. വയനാട്ടിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. വയനാട്ടിലെ പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന വയനാടൻ കാടുകളിലെ മലനിര പുരളിമല. അതുകൊണ്ട് തന്നെ പഴശ്ശിരാജയെ മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്നു പുരളിച്ചെമ്മൻ എന്ന്. ഓക്കെ അല്ലേ? പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പോരാട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന വയനാടൻ കാടുകളിലെ മലനിരകളായിരുന്നു പുരളിമല എന്ന് പറയുന്നത്. പുരളിച്ചെമ്മൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പഴശ്ശിരാജയാണ്. വയനാട്ടിലേക്കുള്ള രഹസ്യ വഴി ലോകത്തിന് കാട്ടിക്കൊടുത്ത ആദിവാസി നേതാവ് കരിന്തണ്ടൻ.
വയനാട്ടിലേക്കുള്ള രഹസ്യ വഴി ലോകത്തിന് കാട്ടിത്തന്ന ആദിവാസി നേതാവാരാണ്? കരിന്തണ്ടനാണ്. പ്രശസ്തമായ ചങ്ങല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയില്. പ്രശസ്തമായ ചങ്ങല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിൽ. ഇപ്പോ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് കേട്ടോ ഈ ചങ്ങല ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്രശസ്തമായ ചങ്ങല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം, വയനാടും ചരിത്രവും എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചത്. പ്രശസ്തമായ കുറിച്യർ കലാപം നടന്ന ജില്ല വയനാട് ജില്ല. വയനാട്ടിലെ പ്രശസ്തനായ ഭരണാധികാരി പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരുന്ന വയനാടൻ കാടുകളിലെ മലനിര പുരളിമലയാണ്. അതുകൊണ്ട് തന്നെ പുരളിച്ചെമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? പഴശ്ശിരാജയാണ്. വയനാട്ടിലേക്കുള്ള രഹസ്യ വഴി ലോകത്തിന് കാട്ടിക്കൊടുത്ത ആദിവാസി നേതാവ് കരിന്തണ്ടനാണ്. പ്രശസ്തമായ ചങ്ങല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. പഠിക്കുക. ചങ്ങല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി കരിന്തണ്ടൻ. ചങ്ങല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി ആരാണ്? കരിന്തണ്ടനാണ്. കരിന്തണ്ടൻ അംഗമായിരുന്ന ഗോത്രവർഗം പണിയർ. പഠിച്ചോളനെ, PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കരിന്തണ്ടൻ അംഗമായിരിക്കുന്ന ഗോത്രവർഗം ഏതാണ്? പണിയരാണ്. വീണ്ടും പറയുന്നു, കരിന്തണ്ടൻ അംഗമായിരിക്കുന്ന ഗോത്രവർഗം ഏതാണ്? പണിയറാണ്. കരിന്തണ്ടൻ എന്ന നോവൽ രചിച്ചത് സനൽ കൃഷ്ണനാണ്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം 2021 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. കരിന്തണ്ടൻ എന്ന നോവൽ രചിച്ചത് ആരാണ്? സനൽ കൃഷ്ണനാണ്. ആരാണ്? സനൽ കൃഷ്ണനാണ്. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളെ പറ്റി. ഏതാണ്? വയനാട്ടിലെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ. വയനാട്ടിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗങ്ങളാണ് പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടൻ, അതുപോലെ അടിയാൻ. പഠിച്ചോളെ, വയനാട്ടിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗങ്ങളാണ് പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടൻ, അതുപോലെ തന്നെ അടിയൻ. ഒന്നുകൂടി പറയാം, പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടൻ, അടി എന്നീ ആദിവാസി വിഭാഗങ്ങളാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ വയനാട്ടിലെ സ്ഥിതി ചെയ്യുന്നത്. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ. കേട്ടോ, പഠിച്ചോളെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ എന്ന് പറയുന്നത്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ചോല നായ്ക്കർ. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളുക. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ചോല നായ്ക്കറാണ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ഏതാണ്? ചോല നായ്ക്കറാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയനാട്ടിലെ പ്രധാന ആദിവാസി ഗോത്ര വിഭാഗങ്ങളാണ് പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടൻ, അതുപോലെ അടിയൻ എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയരാണ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വിഭാഗം ചോല നായ്ക്കറാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള ഒരു നൃത്തരൂപം അല്ലെങ്കിൽ കലാരൂപത്തെ പറ്റിയാണ്. അവന്റെ പേരാണ് ഗതിക. കേട്ടോ, ഒരുപാട് നാൾ ചോദിച്ചിട്ടുള്ളതാണ് ഗതിക. വയനാട്ടിലെ അടിയാൻ ആദിവാസി വിഭാഗത്തിൽ നിലനിൽക്കുന്ന തനത് കലാരൂപമാണ് ഗതിക. വയനാട്ടിലെ അടിയാൻ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തനത് കലാരൂപമാണ് ഗതിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് PSC ചോദിക്കുന്ന ചോദ്യം, ഗതിക എന്ന കലാരൂപം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിക്കും. ഉത്തരം ഏതാണ്? വയനാട് ജില്ല. മരണവേളകളിൽ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഗതിക. മരണവേളകളിലെ അവതരിപ്പിക്കുന്ന കലാരൂപമാണ് ഗതിക. ഗതിക എന്ന വാക്കിന്റെ അർത്ഥം നശിപ്പിക്കുക എന്നതാണ്. ഗതിക എന്ന വാക്കിന്റെ അർത്ഥം നശിപ്പിക്കുക എന്നതാണ്. ഗതികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശസ്തനായ കലാകാരനാണ് PK കാളൻ. പഠിച്ചോളനെ, ഗതികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ് PK കാളൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, വയനാട്ടിലെ അടിയാൻ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന തനത് കലാരൂപമാണ് ഗതിക. മരണവേളകളിൽ അവതരിപ്പിക്കുന്ന കലാരൂപം എന്ന് ചോദിച്ചാൽ അത് ഗതികയാണ്. ഗതിക എന്ന വാക്കിന്റെ അർത്ഥം നശിപ്പിക്കുക എന്നാണ്. ഗതികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രശസ്തനായിട്ടുള്ള കലാകാരനാരാണ്? PK കാളനാണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മുത്തങ്ങ സമരം. എന്താണ് മുത്തങ്ങ സമരം? വയനാട് ജില്ലയിലെ മുത്തങ്ങ ഗ്രാമത്തിലെ ആദിവാസികൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പാണ് മുത്തങ്ങ സമരത്തിന് കാരണം. വയനാട് ജില്ലയിലെ മുത്തങ്ങ ഗ്രാമത്തിലെ ആദിവാസികൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പാണ് മുത്തങ്ങ സമരത്തിന് കാരണം. മുത്തങ്ങ സമരം നടന്നത് 2003 ഫെബ്രുവരി 19. പഠിച്ചു പൊക്കോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മുത്തങ്ങ സമരം നടന്നത് 2003 ഫെബ്രുവരി 19. മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നത് CK ജാനുവാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിന്റ്. മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? CK ജാനുവാണ്. ആറളം ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ഗോത്ര മഹാസഭാ നേതാവാരെന്ന് ചോദിച്ചാൽ അത് CK ജാനുവാണ്. ഇതൂടെ പഠിച്ചോളെ. ആറളം ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ഗോത്ര മഹാസഭാ നേതാവാരെന്ന് ചോദിച്ചാൽ അത് CK ജാനുവാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മുത്തങ്ങ സമരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. വയനാട് ജില്ലയിലെ മുത്തങ്ങ ഗ്രാമത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് നേരെ
പോലീസ് നടത്തിയ വെടിവയ്പ്പാണ് മുത്തങ്ങ സമരത്തിന് കാരണമെന്ന് പറയുന്നത്. മുത്തങ്ങ സമരം നടന്നത് 2003 ഫെബ്രുവരി 19 മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നത് CK ജാനുവാണ്. ആറളം ഭൂസമരത്തിന് നേതൃത്വം നൽകിയ ഗോത്ര മഹാസഭ നേതാവ് CK ജാനുവാണ്. ഇനി ഒരു ചെറിയ കോഡാണ് സുഹൃത്തുക്കളെ പറയാനുള്ളത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇപ്പോ PSCയിലെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ് പല ജില്ലകളും അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളെ അങ്ങ് പഠിച്ചു കളയാം. ശ്രദ്ധിച്ചോളുക സുഹൃത്തുക്കളെ. വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാ? വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ: സൂചിപ്പാറ, കാന്തൻപാറ, മീൻമുട്ടി, ചെതലയം. ഇതിലിപ്പോ സൂചിപ്പാറ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് വെള്ളച്ചാട്ടത്തെ പറ്റി. അപ്പോ അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കുക. വയനാട് ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം, മീൻമുട്ടി വെള്ളച്ചാട്ടം, ചെതലയം വെള്ളച്ചാട്ടം. ഇത് ഇനി എങ്ങനെ പഠിക്കാമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒന്നുമില്ല, ഒരു ഈസി കോഡ് പറഞ്ഞുതരാം. കോഡ് ഇത്രയേ ഉള്ളൂ: വായിൽ കാന്തസൂചി കൊണ്ട മീൻ ചിതലായി മാറി എന്നങ്ങ് പഠിക്കുക. ഈസി അല്ലേ? വായിലെ കാന്തസൂചി കൊണ്ട മീൻ ചിതലായി മാറി എന്നങ്ങ് പഠിക്കുക. കോഡ് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണേ: വായിൽ കാന്തസൂചി കൊണ്ട മീൻ ചിതലായി മാറി എന്നങ്ങ് പഠിക്കുക. വായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്, കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തൻപാറ, സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പാറ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻമുട്ടി, ചിതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതലയം വെള്ളച്ചാട്ടം. ഈസിയാണ്. പ്രധാനപ്പെട്ട നമ്മുടെ വയനാട് ജില്ലയിലെ 4 വെള്ളച്ചാട്ടം നമ്മുടെ കയ്യിൽ കിട്ടും. ഒരൊറ്റ കോഡ് പഠിച്ചാൽ മതി. എന്താ നമ്മുടെ കോഡ്? വായിൽ കാന്തസൂചി കൊണ്ട മീൻ ചെതലായി മാറി എന്നങ്ങ് പഠിക്കുക. ഇതിൽ വായിൽ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ല, കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തൻപാറ, സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചിപ്പാറ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻമുട്ടി വെള്ളച്ചാട്ടം, ചിതലായി എന്ന് പറഞ്ഞാല് ചെതലയം വെള്ളച്ചാട്ടം. ഇതിൽ സുഹൃത്തുക്കളെ മീൻമുട്ടിയും ചെതലയവും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് അത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ സൂചിപ്പാറ ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയുമായൊരു സുഹൃത്തുക്കളെ നമ്മുടെ വയനാടുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇത്രയും പോയിന്റ്സ് എങ്കിലും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ പിന്നെ കുറച്ച് പോയിന്റ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് അതുകൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ അതിന്റെ ടെൻഷൻ ഒന്നും പഠിക്കേണ്ട. അവസാന നിമിഷം നമ്മുടെ ഫൈനൽ റിവിഷനിലെ എല്ലാ പോയിന്റ്സും വിട്ടുപോയ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്ത് വരും. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.